ഓം നമഃശിവായ. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 7-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ, ബുധൻ, രാഹു എന്നീ ഗ്രഹങ്ങളുമായിട്ട് മീനൻ രാശിയിൽ നിൽക്കുന്ന ഗ്രഹസ്ഥിതിയാണ് ഉള്ളത്. അതുപോലെ തന്നെ വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു, ചന്ദ്രൻ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു, ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ കേതു കന്നി രാശിയിൽ നിൽക്കുന്നു, സൂര്യൻ, ശനി എന്നീ രണ്ട് ഗ്രഹങ്ങൾ കുംഭൻ രാശിയിൽ നിൽക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്രഫലമാണ് പറയുന്നത്. എങ്കിലും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രനാണ് കൂടുതൽ ഫലങ്ങളെ നൽകുക. നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ശുക്രനാണ് നൽകുന്നത്. ചന്ദ്രൻ ബലമുള്ള ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രനും ശുക്രനും ഈ രണ്ട് ഗ്രഹങ്ങൾ പരസ്പരം ശത്രു ഗ്രഹങ്ങളുമാണ്. ആയതിനാൽ ഈ ജാതകരുടെ ജീവിതത്തിൽ 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ നേട്ടങ്ങളും കോട്ടങ്ങളും വന്നു ചേരാമെന്നുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. രണ്ട് ഗ്രഹങ്ങൾക്കും സ്വാധീനമുണ്ട്. ചന്ദ്രനെ ശുക്രൻ ശത്രുവായിട്ട് കാണുന്നത് കൊണ്ട് ചില നാളുകാർക്ക് ചില കുറുകാർക്ക് ദോഷത്തെ ചെയ്യും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം പറയാം. മേടക്കുൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് 12-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. ആയതിനാൽ ഈ ജാതകർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതൊരു വിഷയമാണ്. എന്നാൽ മറ്റു പല കാര്യങ്ങളിലും അവർക്ക് നേട്ടമാണ്. മറ്റു പല കാര്യങ്ങളിലും നേട്ടമെന്ന് പറഞ്ഞാൽ അവർക്ക് ഗുണകരമായിട്ടുള്ള ഒട്ടേറെ അനുഭവങ്ങൾ വന്നു ചേരും. ധനവർധന ഉണ്ടാകും, സൗഖ്യം, നല്ല ആരോഗ്യം ഉണ്ടാകും, പ്രവർത്തന മേഖലയിൽ നിന്നുള്ള നേട്ടമൊക്കെ ഉണ്ടാകും. അങ്ങനെ മറ്റു കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടായാൽ പോലും അവർക്ക് ദാമ്പത്യ ജീവിത വിഷയങ്ങൾ ഉണ്ടാകും. അവരുടെ മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ട്, പ്രയാസം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. മാതാവിനുണ്ടാകുന്നത് ഈ ശുക്രൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നതുകൊണ്ടാണ് മാതാവിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇപ്പറഞ്ഞ അനുഭവമായിരിക്കും ഈ വെള്ളിയാഴ്ച ദിവസം മേടക്കുറുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മേടക്കുറുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് 12-ലെ രാഹുവും അവരെ ശരിക്കും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നേട്ടങ്ങളൊക്കെ വന്നു ചേരുവാൻ വളരെ സാധ്യത കുറവാണ് എന്നുള്ള കാര്യവും കൂടി അറിഞ്ഞിരിക്കുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് കലാപരമായ മേഖലകളിൽ കൂടി ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. മാത്രമല്ല ഭൂമി കൊണ്ടുള്ള ധനനേട്ടവും തൊഴിൽ കൊണ്ടുള്ള ധനനേട്ടവും മാതൃഗുണവും ഒക്കെ അവർക്ക് അനുഭവത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. എല്ലാവിധമായ സൗഭാഗ്യങ്ങളും അവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന ദിവസമാണ്. സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ അവർക്ക് വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടാകും. അങ്ങനെ സന്തോഷവും സമാധാനവും അനുഭവിച്ച് ഇടവക്കൂറുകാർക്ക് ഈ വെള്ളിയാഴ്ച ദിവസം ജീവിച്ചു പോകാൻ കഴിയുന്ന ദിവസമാണ്. 2-ൽ ചന്ദ്രൻ നിൽക്കുന്നു. 2-ലെ ചൊവ്വയോട് ചന്ദ്രൻ കൂടി ചേർന്നാൽ ചൊവ്വാദോഷം എന്ന് പറയുന്ന ഇല്ല. ചൊവ്വാദോഷം എന്ന് പറയുന്ന ദോഷമില്ലാതാകും. അപ്പോൾ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒക്കെ മെച്ചമാകും. കലാപരമായ മേഖലകളിൽ കൂടി ധനം വന്നു ചേരും. സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ലാഭകരമായ അനുഭവത്തിലേക്ക് ഇവരെ കൊണ്ടുപോകും. നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം ദോഷങ്ങളൊക്കെ അകന്നു നിൽക്കുന്നൊരു ദിവസമാണ്. അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയോടുകൂടി ചന്ദ്രൻ ചേരുന്നതുകൊണ്ട് ചൊവ്വയുടേതായ ദോഷമൊക്കെ ഇല്ലാതാകുന്നു. ഇവർക്ക് സുഖം, സ്വസ്ഥത, ദേഹനന്മയൊക്കെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽ ഗുണം ഇവർക്ക് അനുകൂലമായി വന്നു നിൽക്കുന്നൊരു ദിവസം കൂടിയാണ്. രാഹു തടസ്സം നിൽക്കാതിരുന്നാൽ തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് മിഥുനക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം. രാഹു സ്വാധീനിക്കുന്നവർക്ക് ഒരുപക്ഷെ ഇത് തടസ്സപ്പെട്ടു പോകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അല്ലാത്തവർക്കൊക്കെ തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ദാമ്പത്യ ജീവിത വിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സുഖം, ധനം, വിദ്യ എന്നുകൊണ്ടുള്ള എല്ലാവിധമായ സൗഭാഗ്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഈ ജാതകർക്ക് ഭാഗ്യവും സമ്പത്തും കീർത്തിയും ഐശ്വര്യവും പ്രശസ്തിയും ഒക്കെ കൊടുക്കേണ്ട ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ 12-ാം ഭാവത്തിൽ ചന്ദ്രനും ചൊവ്വയും നിൽക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ ഇതൊന്നും ഈ ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരണമെന്നില്ല. 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ആരോഗ്യ പ്രശ്നങ്ങളെ ഉണ്ടാക്കിക്കൊടുക്കുന്നു. പല കാര്യങ്ങളും ഇവർക്ക് നഷ്ടത്തെ ഉണ്ടാക്കിക്കൊടുക്കുന്നു. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊടുക്കുന്നു. ഭൂമി സംബന്ധമായിട്ടുള്ള നഷ്ടത്തെ കൊടുക്കുന്നു. അപ്പോൾ ഈ ജാതകർക്ക് ഒരുപക്ഷെങ്കിൽ ശുക്രൻ കൊടുക്കുന്ന ഭാഗ്യാനുഭവങ്ങളൊന്നും വന്നു ചേരണമെന്നില്ല. ശുക്രൻ രാഹുവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് രാഹു തടസ്സപ്പെടുത്തി കളഞ്ഞാൽ കർക്കിടകക്കൂറുകാർക്ക് ഈ വക നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല. പകരം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ് ഉണ്ടാകുവാൻ സാധ്യത എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക.
ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. പല പ്രകാരത്തിലുള്ള അനിഷ്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആപത്തനർത്ഥങ്ങളൊക്കെ വന്നു തീരുവാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി അവർ വേദനിക്കാൻ ഇടവരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സൂക്ഷിക്കണം. അഷ്ടമത്തിലെ ശനി വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല എന്നാണ് ജ്യോതിഷം പറയുന്നതെങ്കിലും അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവുമായിട്ട് ചേർന്നാണ് ഈ ശുക്രൻ നിൽക്കുന്നത്. അതുകൊണ്ട് ദോഷങ്ങളൊക്കെ വന്നു ചേരാം. സൂക്ഷിക്കേണ്ട ദിവസമാണ്. ആപത്തനർത്ഥങ്ങളൊക്കെ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം ദാമ്പത്യ ജീവിതം തൃപ്തികരമായി പോകണമെന്നില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കാൻ ഇടയുണ്ട്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. സാധ്യതയുള്ള ദിവസമാണ്. സൂക്ഷിക്കണം. പരസ്പരം കലഹിച്ച് രണ്ടും രണ്ട് വഴിയായി പോകാൻ സാധ്യതയുണ്ട്. 7ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് ഈ ജാതകരെ സംബന്ധിച്ചോളം ഭാര്യയും ഭർത്താവും തീർച്ചയായിട്ടും കലഹിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പ്രത്യേകിച്ച് രാഹുവും കൂടെ അവിടെ നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യ ജീവിത സുഖാനുഭവങ്ങൾ ഒന്നും തന്നെ വന്നു തരത്തില്ല. തന്മൂലം പലവിധമായ അനർത്ഥങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഈ ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരും. സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളത് കന്നിക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടെങ്കിലും ധനപരമായിട്ടുള്ള അനാവശ്യമായ ചെലവുകളൊക്കെ വന്നു ചേർന്ന് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രോഗം, ദുഃഖം, ശത്രുത, കടബാധകളാലൊക്കെ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. ധനത്തിന് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ വരും. അതേ ചൊല്ലിയുള്ള തർക്കവും പ്രശ്നങ്ങളൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. എന്നാൽ തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടവും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടവും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യവുമാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാൽ അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം പുത്രന്മാരെ കൊണ്ട് സുഖാനുഭവങ്ങളൊക്കെ വന്നുതരും. ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അങ്ങനെ സൗഭാഗ്യമായ ജീവിതാനുഭവങ്ങളൊക്കെ വന്നു ചേരുമെന്ന് പറയുന്നു. സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ സൂക്ഷ്മതയോടുകൂടി വേണം സ്വീകരിക്കാൻ. സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ അത് നാശത്തിലേക്ക് ഈ ജാതകരെ തള്ളിവിടാം. ചിലപ്പോൾ നേട്ടമായിരിക്കും, ചിലപ്പോൾ കോട്ടമായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി വേണം ഏതൊരു കാര്യത്തിലും സ്ത്രീകളുടെ സഹായം തേടുവാൻ. സ്ത്രീകൾ മുഖേനയുള്ളൊരു കാര്യവിജയം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. പക്ഷെങ്കിൽ അത് മുഖേന നഷ്ടവും നേട്ടവും വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സ്ഥിതിയിലാണ് ഗ്രഹം നിൽക്കുന്നത്. ശുക്രൻ രാഹുവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് രണ്ട് വിധത്തിലുള്ള അനുഭവങ്ങൾ ഈ ജാതകർക്ക് വന്നു ചേരാം. വളരെ സൂക്ഷിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദോഷം ഇല്ലാതാകുവാൻ വേണ്ടി ചന്ദ്രനും കൂടി ചൊവ്വയോട് കൂടി ചേരുമ്പോൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മാറുകയാണ്. തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികളും ഏറെക്കുറെ അകന്നു നിൽക്കുകയാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം ഈ ജാതകരുടെ ജീവിതത്തിൽ ശുക്രനെ കൊണ്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പക്ഷേ അവിടെ ഒരു വ്യവസ്ഥ വന്നു ചേരുന്നുണ്ട്. ശുക്രൻ ഈ രാഹുവുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ രാഹു ജനിച്ച സമയത്ത് ദോഷം ചെയ്യുന്ന ജാതകരാണെങ്കിൽ രാഹു മൂലം ഈ ശുക്രനും നേട്ടമൊന്നും തരത്തില്ല. ശുക്രൻ തരുന്ന നേട്ടങ്ങളെല്ലാം രാഹു ഇല്ലാതാക്കും. അതായത് ശുക്രൻ എന്ന് പറയുന്ന ശുഭഗ്രഹം രാഹുവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ പാപഗ്രഹമായി മാറി ശുഭത്വം നഷ്ടപ്പെടുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ 4ൽ നിൽക്കുന്ന ശുക്രൻ നേട്ടത്തെ ഒന്നും തരത്തില്ല. 4ൽ നിൽക്കുന്ന ശുക്രൻ രാഹുവിൻ്റെ ദോഷമില്ലാതെ നേട്ടത്തെ തന്നാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ നേട്ടം, മാതൃ സ്വത്തൊക്കെ അനുഭവത്തിൽ വന്നു ചേരാനുള്ള ഒരു സൗഭാഗ്യമായ ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരേണ്ടതാണ്. പക്ഷേങ്കിൽ ഈ രാഹുവും ശുക്രനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഒരു വിഷയം വന്നു ചേരുന്നത്. ജനിച്ച സമയത്ത് ശുക്രൻ നേട്ടത്തെ തരുന്നു, രാഹുവും നേട്ടത്തെ തരുന്ന ഗ്രഹനിലയുള്ളവർക്ക് ഈ വെള്ളിയാഴ്ച ദിവസം സൗഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് ധനുക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണ ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ഈ രാഹുവും ശുക്രനും വലിയ ദോഷത്തെയും ചെയ്യുന്നില്ല, വലിയ നേട്ടത്തെയും തരുന്നില്ല എന്നുള്ളതാണ് ജ്യോതിഷത്തിൽ കാണുന്നത്. ഈ ശുക്രൻ 3ൽ നിന്നാൽ ജാതകർക്ക് നേട്ടങ്ങളൊക്കെ വന്നു ചേരേണ്ടതാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതാണ്. പക്ഷേങ്കിൽ ഈ തൊഴിൽ ചെയ്യുവാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാകണമെന്നില്ല. അത് രാഹു തടസ്സപ്പെടുത്തി കളയും. അപ്പോൾ ശുക്രൻ അവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, കലാപരമായ കഴിവുകളിൽ കൂടി ധനം സമ്പാദിക്കുവാനോ കലാപരമായ മേഖലയിൽ കൂടി അവർക്ക് ശോഭിക്കുവാനോ ഉള്ള സാഹചര്യം ശുക്രൻ കൊടുക്കുമ്പോൾ ഈ രാഹു അത് തടസ്സപ്പെടുത്തി കളയുന്നു. അപ്പോൾ ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത് ജനിച്ച സമയത്ത് രാഹുവും ശുക്രനും ദോഷം ചെയ്യാത്ത ഗ്രഹനിലയുള്ളവർക്ക് വെള്ളിയാഴ്ച ദിവസം ദോഷങ്ങളൊന്നും വന്നു ചേരത്തില്ല. നേരെ മറിച്ച് രാഹു ദോഷം ചെയ്യുന്ന ഗ്രഹനിലയുള്ള ജാതകർക്ക് അവർക്ക് ശുക്രൻ തരുന്ന നേട്ടമൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ട്, ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം വരും, ചിലപ്പോൾ ധനം കടം വാങ്ങിക്കേണ്ട സാഹചര്യം വരും, ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും, കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാണെന്നില്ല, ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവ് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ദോഷങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് രാഹുവാണ് ഈ ശുക്രനെ കൊണ്ട് തരുന്ന നേട്ടങ്ങൾ ഇല്ലാതാക്കുന്നത്. അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഒരു സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകും വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും വന്നു ചേരുന്നില്ല. നേട്ടങ്ങൾ ശുക്രൻ തരേണ്ടതാണ്, ശുക്രൻ തരികയും ചെയ്യും. പക്ഷെങ്കിൽ അത് രാഹു ഇല്ലാതാക്കി കളയും, തടസ്സപ്പെടുത്തി കളയും എന്നുള്ളതാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്രഫലമായി പറയാനുള്ളത്.
ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖം, ധനപരമായ നേട്ടവും, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി വന്നു നിൽക്കുന്നൊരു ദിവസമാണ്. മാതാവിനെ കൊണ്ടുള്ള നേട്ടങ്ങളും അവർക്ക് വന്നു ചേരുന്നു. ജീവിതത്തിൽ ലാഭകരമായ അനുഭവങ്ങൾ അവരെ സഹായിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സ്ത്രീകൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് സന്തോഷം നൽകുന്നൊരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരുന്ന ദിവസമല്ലെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. എന്നാൽ ചിലരെ സംബന്ധിച്ച് ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. കുടുംബത്തിലെ സ്ഥിതിയൊക്കെ മോശമാകാൻ സാധ്യതയുണ്ട്. കാരണം രാഹു 2-ൽ നിന്നുകൊണ്ട് വരുന്ന നേട്ടങ്ങളെ ഇല്ലാതാക്കിയാൽ തടസ്സപ്പെടുത്തി കളഞ്ഞാൽ ഈ ജാതകർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും കുടുംബത്തിലെ സമാധാനവും സ്വസ്ഥതയൊക്കെ ഇല്ലാതാവും. എന്നാൽ രാഹു ദോഷം ചെയ്യാത്തവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും കുടുംബസുഖവും, ധനപരമായ നേട്ടവും, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടവും, സ്ത്രീകൾ കൊണ്ടുള്ള നേട്ടവും, സ്ത്രീകൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങളും അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് അവിടെ ജന്മഭാവത്തിൽ ശുക്രൻ എന്ന് പറയുന്ന ശുഭഗ്രഹം നിൽക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേങ്കിൽ ഈ ശുക്രൻ ഇവരുടെ 3-ാം ഭാവത്തിൻ്റെ അധിപനാണ്. ജന്മഭാവത്തിൻ്റെ അധിപനും 3-ാം ഭാവത്തിൻ്റെ അധിപനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് രാജയോഗതുല്യമായ അനുഭവങ്ങൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള രാജയോഗതുല്യമായ അനുഭവങ്ങൾ ഈ ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം. പക്ഷേങ്കിൽ ഈ ശുക്രന് മറ്റൊരു സ്ഥാനമുണ്ട്. അഷ്ടമത്തിൻ്റെ അധിപൻ എന്നുള്ള സ്ഥാനമുള്ളതുകൊണ്ട് ഈ ശുക്രൻ മുഖേന അല്ലെങ്കിൽ സ്ത്രീകൾ മുഖേന കുടുംബത്തിൽ, വീട്ടിൽ ഈ ജാതകരുടെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കണം. സ്ത്രീകളുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും ഉണ്ടാകാൻ സാധ്യത ഉള്ളതെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ആയിട്ടുള്ള അനുഭവങ്ങൾ സ്ത്രീകൾ മുഖേന വന്നു ചേരാം. വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ജയിൽവാസം വരെ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ജാതകർക്ക് സ്ത്രീകൾ മുഖേനയുള്ള ദുരനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൊതുവെ നോക്കിയാൽ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ദിവസം അവർക്ക് ശുക്രൻ എന്ന് പറയുന്ന ശുഭഗ്രഹത്തിൻ്റെ സ്വാധീനമുള്ള ദിവസമായതുകൊണ്ട് ശുക്രൻ അവർക്ക് നേട്ടത്തെ കൊടുക്കുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ താൽക്കാലികമായിട്ടുള്ള നേട്ടത്തെയാണ് ശുക്രൻ കൊടുക്കുന്നത്. എപ്പോഴും ശുക്രൻ ദോഷം ചെയ്യുന്നൊരു ഗ്രഹമായിട്ടാണ് ഇവരുടെ ജന്മഭാവത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. രാഹുവുമായിട്ട് ചേർന്നാണ് ജന്മഭാവത്തിൽ നിൽക്കുന്നത്. ആയതിനാൽ ശുക്രന് സ്വതസിദ്ധമായ കഴിവിൽ ഈ ജാതകർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയത്തില്ല. പകരം രാഹുവുമായിട്ട് ചേർന്നാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ രാഹു ഒരു പാപഗ്രഹമായതുകൊണ്ട് ശുക്രനും ആ പാപത്വം വന്നു ചേർന്ന് ശുക്രനും പാപഗ്രഹമായി മാറുന്നു. തന്മൂലം ഈ ജാതകരിൽ കോപപ്രവർത്തികൾ, അരുതാത്ത കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക, അപ്പോൾ അങ്ങനെയുള്ള തെറ്റായ ചിന്താഗതികളൊക്കെ വന്നു ചേരുക, സ്ത്രീമുഖേന ധനനഷ്ടം, മാനഹാനി എന്നിവയൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. വളരെ സൂക്ഷിക്കണം. മീനക്കുറുകാർ വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നക്ഷത്രഫലം അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.